നമസ്കാരം. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി തമിഴ്നാട്ടിൽ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം അധികാരം പിടിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രമുഖ സർവേ ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യയുടേതാണ് ഈ പ്രവചനം. തമിഴ് രാഷ്ട്രീയത്തിലെ കരുത്തരായ DMK രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയും AIADMK തകർത്തും വിജയ് മുന്നേറുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. ഈ സർവേ പുറത്തു വന്നതിന് പിന്നാലെ തമിഴകത്തിൽ അത് വലിയ തരംഗമായി മാറുകയും ചെയ്തു. ആകെയുള്ള 234 സീറ്റുകളിൽ 98 മുതൽ 120 വരെ സീറ്റുകൾ നേടി വിജയ് കരുത്ത് കാട്ടുമെന്നും ഭരണകക്ഷിയായ DMKയ്ക്ക് പരമാവധി 110 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുമാണ് പ്രവചനം. TVKയുടെ വരവ് ഏറ്റവും അധികം ബാധിക്കുക AIADMK ആണ്. വെറും 22 മുതൽ 32 സീറ്റുകളിലേക്ക് പാർട്ടി ഒതുങ്ങുമെന്നും എക്സിറ്റ് പോളിലുണ്ട്. തമിഴ്നാടിനെ ആര് നയിക്കണം എന്ന ചോദ്യത്തിന് 37% പേരും വിജയുടെ പേരാണ് നിർദ്ദേശിച്ചതെന്നും സർവേയിലുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ 35% പേർ പിന്തുണച്ചപ്പോൾ എടപ്പാടി പളനിസ്വാമിക്ക് 22% പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യം അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നതും. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റുകൾ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അനായാസം മറികടക്കുമെന്നാണ് 3 പ്രധാന ഏജൻസികളും പ്രവചിക്കുന്നത്. അതിനാൽ തന്നെ വിജയ്ക്ക് മുന്നേറ്റം പ്രവചിക്കുന്ന സർവേയെ തള്ളിക്കളയുന്നവരും കുറവല്ല. 125 മുതൽ 145 സീറ്റുകൾ വരെ നേടി MK സ്റ്റാലിൻ്റെ DMK സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പീപ്പിൾസ് പൾസും PMarkഉം പ്രവചിക്കുന്നു. അണ്ണാ DMK സഖ്യം 65 മുതൽ 85 സീറ്റുകൾ വരെയും വിജയുടെ TVK 16 മുതൽ 26 സീറ്റുകൾ വരെ നേടുമെന്നുമാണ് PMarkന്റെ വിലയിരുത്തൽ. അതേസമയം അണ്ണാ DMK സഖ്യം 65 മുതൽ 80 സീറ്റുകൾ വരെയും TVK 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നും പീപ്പിൾസ് പൾസും പ്രവചിക്കുന്നു. മാട്രിക്സിന്റെ പ്രവചനത്തിലും DMK സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം. 122 മുതൽ 132 സീറ്റുകൾ DMK, 87 മുതൽ 100 സീറ്റുകൾ വരെ അണ്ണാ DMK, 10 മുതൽ 12 സീറ്റുകൾ വരെ TVK, മറ്റുള്ളവർ 6 വരെ സീറ്റുകൾ എന്നിങ്ങനെ കൈവരിക്കുന്നതാണ് മാട്രിക്സിന്റെ വിലയിരുത്തൽ. അതേസമയം TVK അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ ചില ചലനങ്ങൾ നടന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ വിജയ്ക്ക് കൈകൊടുക്കാമെന്ന നിലപാടിലാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് DMKയുമായി കോൺഗ്രസ് സഖ്യത്തിൽ തുടരാൻ തീരുമാനിച്ചത്. തമിഴ്നാട് കോൺഗ്രസിലെ ഒരു വിഭാഗം നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകവുമായി മുന്നണി ബന്ധമുണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്. TVKയുമായി സഖ്യമുണ്ടാക്കിയാൽ കൂടുതൽ നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കാനും സംഘടനയെ ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്താനും കഴിയുമെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. രാഹുൽ ഗാന്ധിയും ഇതിനനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ DMK നേതൃത്വം സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരെ സ്വാധീനിച്ച് സഖ്യമുറപ്പിക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൽകിയതിനേക്കാൾ 3 നിയമസഭാ സീറ്റ് കൂടുതലായും 1 രാജ്യസഭാ സീറ്റുമാണ് DMK കോൺഗ്രസിന് വിട്ടുകൊടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും വേദി പങ്കിടാതിരുന്നതും ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായ നിലയിൽ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനായ ശെൽവ പെരുന്തകൈ പദവി രാജിവെക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ പ്രഖ്യാപിച്ചിരുന്നു. ശെൽവ പെരുന്തകൈ രാജിവെച്ചതിനു ശേഷം സംഘടനയിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വ്യാപകമായ അഴിച്ചുപണി നടത്താനാണ് തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണമാണിത്. തമിഴ്നാട് നിയമസഭയിൽ DMKയ്ക്ക് തനിച്ച് 118 സീറ്റ് കേവല ഭൂരിപക്ഷം ലഭ്യമാവാതെ വരികയും കോൺഗ്രസ് MLAമാരുടെ പിന്തുണ ആവശ്യമാവുന്നതുമായ സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാന ഭരണ പങ്കാളിത്തം ആവശ്യപ്പെടാനാണ് തീരുമാനം. DMKയ്ക്ക് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ പ്രവർത്തിക്കാനാണ് കോൺഗ്രസ് നീക്കം. 2 ദശാബ്ദക്കാലമായി DMKയുമായി സഖ്യമുണ്ടാക്കിയ നിലയിൽ കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ശോഷണമാണ് സംഭവിച്ചത്. എന്തായാലും എല്ലാവരുടെയും ശ്രദ്ധ വിജയുടെ TVKയിൽ തന്നെയാണ്. വിവിധ ഏജൻസികളുടെ പ്രവചനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും കുറഞ്ഞ സീറ്റുകൾ ലഭിച്ചാൽ പോലും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ TVK വലിയ സ്വാധീനം ചെലുത്തുമെന്നും വ്യക്തമാണ്. സീറ്റുകൾ വർദ്ധിച്ചാൽ അതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി മാറുകയും ചെയ്യും.